ഹലോ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഞാൻ രാവിലെ ചോറ് വെക്കാനായിട്ട് അരി അടുപ്പ് ഇടാൻ കലമൊക്കെ വെച്ചു. അരി അടുപ്പ് ഇട്ടതിന് ശേഷം ഇച്ചിരി ഉള്ളിക്കറി വെക്കാനായിട്ട് ഉള്ളിയൊക്കെ പൊളിച്ച് അരിയാണ്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് അടുപ്പിൽ വെച്ച് കടുക് വറുത്ത്. അപ്പം കുറച്ച് മീൻപീര ഉണ്ടായിരുന്നു, അതാണ് മുമ്പേ കണ്ടത്. അത് ചൂടാക്കി അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി ഇപ്പുറത്ത് ഉള്ളിക്കറി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിച്ചിടുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് പരത്തും, ഇടയ്ക്ക് തിരിച്ചിടും. അപ്പോൾ ഗ്യാപ്പ് വന്നത് പരത്താൻ ഓഫ് ചെയ്തു. വീണ്ടും ഉള്ളിക്കറിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഉള്ളി എല്ലാം വഴറ്റി ഇച്ചിരി വീണ്ടും ഗ്യാസ് ഓണാക്കി ചപ്പാത്തി പരത്തി വീണ്ടും ഇട്ടു. ഇപ്പോഴത്തെ കറിയൊക്കെ തിളച്ചു. അതെല്ലാം ഇറക്കി വെച്ച് ഇനി ഞാൻ ഉണ്ടാക്കുന്നത് വാള കറി വയ്ക്കാൻ വേണ്ടി മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയെല്ലാം കൂടെ നനത്തി തക്കാളിയും കൂടി ഇട്ട് അരയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാളയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അതെല്ലാം മിക്സിയിൽ തണുത്ത് അടിച്ച് കടുക് വറുത്ത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ മൂത്ത് വരുമ്പം നമ്മൾ അരച്ച് വെച്ച ചേരുവ എല്ലാം കൂടി ഇട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ശകലം തേങ്ങ കൂടെ അരച്ച് ചേർത്ത് കറിയും തിളച്ച് വരുമ്പോഴത്തേക്ക് കഷ്ണം ഇട്ട് അരപ്പും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ വറക്കാൻ പരട്ടുന്നുണ്ട്. അതിന് മുളകും മഞ്ഞൾപ്പൊടി, കുരുമുളകും ഉപ്പും എല്ലാം ചേർത്ത് പുരട്ടി അതും എൻ്റെ ഇടയ്ക്ക് വയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടിയാണ്, കാപ്പിയുടെ ടൈമേ ആയുള്ളൂ. അത് എല്ലാം റെഡിയാക്കി അതും കഴിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ജോലിയും ചെയ്യുന്നത്. എല്ലാം സ്പീഡിൽ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോരൻ വയ്ക്കാൻ കടുക് വറക്കുക. ഓമയ്ക്ക കൊത്തിപ്പൊടിച്ച് തോരനാണ്. ഞങ്ങളുടെ ഓമയുടെ ഓമയ്ക്കയാണ്. അത് തോരൻ വയ്ക്കുക. അതിന് വെളുത്തുള്ളി, പിന്നെ കൊച്ചു ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തപ്പോൾ അതിനകത്ത് പച്ചമുളക് അരിഞ്ഞിട്ട് ഇത് ഞാൻ മോര് കാച്ചാനായിട്ട് എടുക്കുകയാണ്. മോര് കാച്ചാൻ ഓട്ടുമോര് കാച്ചുക, തേങ്ങ അരയ്ക്കാതെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫുഡാണ് ഇത്രയും. ഇടയ്ക്ക് ചോറെല്ലാം അനത്തി ചോറും കലം നോത്ത് ഉച്ചയായി. എപ്പോഴത്തേക്ക് 10 മണിക്ക് എല്ലാം ജോലി കഴിഞ്ഞു. പിന്നെ ചോറൊക്കെ ഉച്ചയായപ്പോൾ വിളമ്പി. അതാണ് ഇത്. പിന്നെ വൈകിട്ടത്തെ ചായ കൂടി കഴിഞ്ഞ് അതോടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. ഇന്ന് രാത്രി ഞങ്ങൾ